മൂന്ന് മുന്നണികളുടെയും ഏറ്റവും മുതിർന്ന നേതാക്കൾ ഈ പാലക്കാട് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ട് 2 ആഴ്ചയാവുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്നത് 6 പൊതുയോഗങ്ങളിലാണ്. BJPയുടെ മിക്കവാറുമുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും പാലക്കാട് എത്തിക്കഴിഞ്ഞു. അവരുടെ സർവ്വ മെഷീനറിയും പുറത്ത് കാണുന്നില്ലെന്നേ ഉള്ളൂ. RSS ഗ്രൗണ്ടിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്, പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് UDFിൻ്റെ നോക്കൂ, ഒരു സിനിമാറ്റിക് തരത്തിലുള്ള പ്രകടനമാണ് കാണുന്നത്. എല്ലാ തരത്തിലും അതെ, എല്ലാ നേതാക്കളുമുണ്ട്. നാളെ KC വേണുഗോപാൽ പോലും ഇന്നിവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാ നേതാക്കളും തമ്പടിച്ച് നടത്തിയ കൊണ്ടുപിടിച്ച പ്രചരണമാണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ യുദ്ധം വേറെ, മാധ്യമങ്ങളിലൂടെയുള്ള യുദ്ധം വേറെ, നാടകങ്ങൾ വേറെ, എപ്പിസോഡുകൾ വേറെ. അധികം മസാലയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത്. ആരെ തുണയ്ക്കും? പാലക്കാടിൻ്റെ മണ്ണും മനുഷ്യരും അവരുടെ ഒരു നൈർമല്യവും അവരുടെ ഒരു ശുദ്ധതയുമുണ്ട്. അതിനെ ആരെങ്കിലും വില കുറച്ച് കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഷാഫിക്കൊരു പിൻഗാമി, ഷാഫിയുടെ രാഹുൽ എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം ആദ്യഘട്ടത്തിൽ ഇറക്കിവിട്ടത്, അല്ലെങ്കിൽ ആ രീതിയിൽ ആ സീറ്റ് ഷാഫി പറമ്പിൽ MLA സ്ഥാനം രാജിവെച്ച് MP ആയി മാറുന്നു. അപ്പോൾ ഷാഫി ഒഴിയുന്ന ഒഴിവിലേക്ക് ഷാഫി നിർദ്ദേശിക്കുന്നയാളെ സ്ഥാനാർത്ഥിയാക്കുന്നു. അത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചിടത്താണ് കോൺഗ്രസിന് തെറ്റിയത്. യഥാർത്ഥത്തിൽ മത്സരം ഇത്രയും കടുപ്പിച്ചത് കോൺഗ്രസ് ഇത് വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് കരുതിയ ഇടത്താണ്. ആ എളുപ്പത്തിൽ ജയിക്കാമെന്ന് കരുതിയ ഇടത്ത് നിന്ന് BJP ആദ്യം മുതൽ തന്നെ C. കൃഷ്ണകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് തീരുമാനിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറയുന്നതിന് മുൻപ് തന്നെ ഗ്രൗണ്ട് വർക്ക് അവർ തുടങ്ങുന്നു, നിലമൊരുക്കുന്നു. അങ്ങനെ നിലമൊരുക്കി നിൽക്കുന്ന BJPക്കിടയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലുണ്ടായ പൊട്ടിത്തെറി എത്രമാത്രമാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള ചിലർ തന്നെ പറയുന്നുണ്ടായിരുന്നു, അതായത് DCCയുടെ കത്ത് അത് പുറത്തു വന്നത് അത് DCCയിൽ നിന്ന് തന്നെയാണ്. ആ കത്ത് പുറത്തു വന്നത്, ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന K. മുരളീധരന്റെ പേര് എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള വിയോജിപ്പാണ്. ആ വിയോജിപ്പ് ചർച്ചയാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ ഒരു കത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുകാർ തന്നെ പൂർണ്ണമായും ഈ സ്ഥാനാർത്ഥിത്വത്തോട് യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആയിരുന്നോ ഇവിടെ പരിഗണിക്കേണ്ടിയിരുന്നത് എന്ന ചോദ്യം, അത് മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നുണ്ട്. ഇനി LDFിലേക്ക് വന്നു കഴിഞ്ഞാൽ LDFിൽ P. സരിനെ കൊണ്ടുവരുന്നതിന് മുൻപ് നമ്മളടക്കം കേട്ടുകൊണ്ടിരുന്ന പേര് ബിനുമോൾ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെതാണ്. ബിനുമോൾ ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി CPIMന്റെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്ഥാനത്ത് സ്റ്റെതസ്കോപ്പ് ചിഹ്നവുമായി P. സരിനെ ഇറക്കിയ ബുദ്ധി, ആ പരീക്ഷണം, അത് വിദ്യാഭ്യാസ യോഗ്യതയും IAS കാരനാണ് എന്ന അധിക യോഗ്യതയും വെച്ചുകൊണ്ടാണ് എന്ന് CPIMന്റെ MLA അല്പസമയം മുൻപ് വിശദീകരിച്ചതുപോലെ ആ ഒരു വിശദീകരണം പാലക്കാടിൻ്റെ മനസ്സിലേക്ക് എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ട് എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ്. യഥാർത്ഥത്തിൽ വളരെ ഈസിയായി കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്ന തരത്തിൽ പോകേണ്ട ഒരു മത്സരം ഇപ്പോൾ ഉണ്ണിസാറൊക്കെ ഇപ്പോഴെങ്കിലും ത്രികോണ പോരാട്ടമെന്ന് സമ്മതിച്ചതിൽ നന്ദിയുണ്ട്. 28-ാം തീയതി ഞാൻ മറന്നിട്ടില്ല, അന്ന് ഉണ്ണിസാർ പറഞ്ഞത് ഇവിടെ മത്സരം LDFും UDFും തമ്മിലാണ്, BJP ചിത്രത്തിലേ ഇല്ല എന്നാണ്. പക്ഷേ അങ്ങിപ്പോൾ പാലക്കാട്ട് വന്ന് സ്ഥിതിഗതികൾ മനസ്സിലാക്കി ത്രികോണ മത്സരം എന്ന് പറഞ്ഞിരിക്കുകയാണ്. UDFും കോൺഗ്രസും UDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്. 3-ാം സ്ഥാനത്ത് അതെ അത് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ആ ത്രികോണ മത്സരത്തിൽ 2-ാം സ്ഥാനത്തേക്ക് സരിൻ വരും എന്നാണ് ഞാൻ പറഞ്ഞത്. 3-ാം സ്ഥാനത്തേക്ക് BJP ത്രികോണ മത്സരം നടക്കുന്നത്. സരിൻ 2-ാം സ്ഥാനത്തുമാണ്. 2-ാം സ്ഥാനത്ത് വരും. ഓക്കെ, അപ്പോൾ പാലക്കാട്ടുകാർക്ക് അതിലൊരു വ്യക്തത നമ്മൾ വരുത്തി കൊടുക്കണമല്ലോ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരാം. ഇവിടെ സരിൻ 2-ാം സ്ഥാനത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിലവിൽ 2-ാം സ്ഥാനത്തുള്ള BJPയെ പരാജയപ്പെടുത്തണം. അതിന് ഇടതുപക്ഷത്തെ വോട്ടുകൾ, നേരത്തെ സരിൻ തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പറഞ്ഞത് എന്താണ്, അവിടേക്ക് വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്നും പോയി മതനിരപേക്ഷ വോട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് അനുയായികളുടെ അല്ലെങ്കിൽ അണികളുടെ ഇടത് അനുഭാവമുള്ളവരുടെ വോട്ടുകൾ കിട്ടിയാണ് ഷാഫി ജയിച്ചതെന്ന് പറഞ്ഞത് ഇതേ സ്ഥാനാർത്ഥിയാണ്. അത് LDFിന് ബൂമറാങ് ആകും. കാരണം എങ്ങനെയാണ് ഇവിടെ വോട്ടുകൾ തമ്മിൽ കൈമാറിയത് എന്നത് പരസ്യമായ രഹസ്യമായി മാറുകയാണ്. ഇനിയും പാലക്കാട്ടുകാരെ പറ്റിക്കാൻ കഴിയില്ല. അവർ പ്രബുദ്ധരായ മനുഷ്യരാണ്, അവർക്കറിയാം ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് ഈ 2 മുന്നണികളിലും നടക്കുന്ന ഈ വിവാദങ്ങൾ അത് തുണയ്ക്കേണ്ടത് അല്ലെങ്കിൽ അത് ഗുണമാകേണ്ടത് BJPക്കാണ്. അപ്പോഴാണ് ഈ സന്ദീപ് വാര്യർ വിഷയം ഗുണമാകുമെന്ന് കരുതി അവസാന ലാപ്പിൽ ഒരു മുഴം നീട്ടിയെറിഞ്ഞത്. അതായത് ഈസി വോക്ക് ഓവറാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ 25,000 വോട്ടിന് ജയിക്കുമെന്ന് കരുതിയിരുന്ന UDFിന് അവസാനം ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തേണ്ട ഗതികേടിലേക്ക് അവർ എത്തുകയായിരുന്നു. CPIM തന്നെ പറയുന്നുണ്ട്, തങ്ങളുടെ പാളയത്തിൽ വന്ന് ചർച്ച നടത്തി, ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സഖാവാണ്, ട്രാൻസിഷൻ സ്റ്റേജ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചർച്ച നടന്നു എന്ന് സ്വാഭാവികമായും അനുമാനിക്കാം. CPIയുമായും ചർച്ച നടത്തിയെന്ന് കേൾക്കുന്നു, JDSുമായും ചർച്ച നടത്തിയെന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ഒരാളെ അവസാന നിമിഷത്തിൽ കൂടെ കൂട്ടിയത് അങ്കലാപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ വേഗത്തിലോടിയ മുയലായി UDF നിൽക്കുകയാണ്, ആമപക്ഷേ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പാലക്കാട്ടെ യാഥാർത്ഥ്യം.
Meet the editors.